നമസ്കാരം. ഇന്ന് നല്ല സോഫ്റ്റായ ഗുലാബ് ജാം റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു പരന്ന പാത്രം എടുത്താൽ നല്ലതാണ്. ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 4-5 ഏലക്കായും ചതച്ച് അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് ഇനി ഒരു ബൗളിലേക്ക് ഗുലാബ് ജാം ആട്ടയിട്ട് കൊടുത്ത് കുറേശ്ശെ പാലൊഴിച്ച് മാവ് കുഴച്ചെടുക്കണം. അധികം ടൈറ്റായി ഒന്നും കുഴക്കാൻ പാടില്ല, അധികം കുഴക്കുകയും വേണ്ട. ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചാൽ മതി. ഇനി ഓരോ ചെറിയ ഉരുളകളാക്കി കയ്യിൽ എണ്ണ പുരട്ടി ഉരുട്ടിയെടുക്കുക. ഇനി എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടണം. ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്ത് സ്പൂൺ നിറച്ച് കയ്യിൽ വെച്ച് കയ്യിൽ എണ്ണ തൊടണം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഈ സ്പൂണിൽ ഉണ്ടാക്കിയ ഇത്രയും അടുപ്പത്ത് കടായിൽ എണ്ണ ചൂടായി ഒരു നുള്ളു ഇട്ട് കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി എല്ലാ ഉരുളകളും ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു ഭാഗം വെന്തെന്ന് കാണുമ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും. ഇപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാങ്ങി പഞ്ചസാര പാക്കിൽ ഇട്ട് കൊടുക്കാം. 4 മണിക്കൂറായി. നല്ല ഗുലാബ് ജാം ആയിട്ടുണ്ട്. നല്ല സെറ്റായി കിട്ടി. ഇനി ഒന്നെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഗുലാബ് ജാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ചെയ്യണേ.